അത് ഈ തേയില വാങ്ങിച്ചപ്പം ഫ്രീ നീ അത് എഴുതിയാ? ഞാൻ എഴുതിയ അത് എഴുതി. രാമേന്ദ്രൻ 25,000 അവിടെയല്ലേ പറഞ്ഞു നടത്തിയത് രാമേന്ദ്രന്റെ. ഇന്ത എങ്ങനെയാണ്? ചന്തിയുടെ എന്തല്ല പിന്നെ വേറെയാണ്. ഇന്ത എന്നല്ല, അത് കഴിഞ്ഞ് മറ്റേ മനോജ് 25,000, മനോജ് 11,500, 11,500. ഇതൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റാവും. സാലറി സെറ്റാക്കാം, ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കാം. ഇത് കിട്ടാനുള്ളതല്ല, അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. ആദ്യം പറഞ്ഞില്ലേ രാമേന്ദ്രൻ, അത് 25,000 ഈ ഓഫീസിന്റെ വാടക 2 മാസത്തെ. രണ്ടാമത്തത് നിനക്കൊക്കെ ശമ്പളം തരാൻ വേണ്ടി ഞാൻ കടം വാങ്ങിച്ചത് മനോജിന്റെ. ശമ്പളം കിട്ടില്ലല്ലോ. അറിയാ, ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒഫീഷ്യലായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചു. നീ ഇവിടെ നിന്ന് ഞാൻ പിരിച്ചു വിട്ട ഒരു സ്റ്റാഫാണ്. മേ കമിൻ സാർ എന്ന് ചോദിച്ചിട്ട് വന്നൂടി. യെസ് പ്ലീസ്. എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഞാൻ ആദ്യം പറയുന്നത് കേൾക്ക്. പറ. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിലും വേറൊരു അത്യാവശ്യ കാര്യമുണ്ട്. അത് ഞാൻ ആദ്യം അങ്ങ് പറയാം. നീ മസിൽ പിടിച്ചിരിക്കണ ഫ്രീ ആയിട്ട് ഞാൻ പറയട്ടെ. എൻ്റെ വീട് മുതലാളി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഒരാൾ കഷ്ടപ്പാട് പറയുമ്പോൾ അപ്പോൾ എനിക്ക് ജയ, അത് ഞാൻ ചിരിച്ചതല്ല. അത് ഇതിനു മുമ്പ് ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഇറക്കി. അപ്പോൾ എനിക്ക് എൻ്റെ പിള്ളേർക്ക് താമസിക്കാൻ വേണ്ടി പുതിയൊരു വീട് വേണം. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എഴുതിക്കോടാ, ഒരച്ഛൻ ഒരമ്മാവനും 5 പിള്ളേർക്കും പറ്റിയ വീട്. നമ്മൾ കൺസൾട്ടൻസി ഉണ്ടല്ലോ. ഞാൻ അളിയന്റെ അടുത്താണ് സംസാരിക്കുന്നത്. ഞാൻ എന്റെ സ്റ്റാഫിന്റെ പറഞ്ഞ നീ പറഞ്ഞ. അപ്പൊ സംഭവം എന്തെന്ന് വെച്ചാല് വാടക നമ്മൾ 2-3 മാസം കഴിഞ്ഞ് കൊടുക്കും. പക്ഷെ അഡ്വാൻസ് കൊടുക്കാനില്ല. ഒരു നല്ലൊരു വീടാളിയാ എനിക്ക് സെറ്റ് ചെയ്ത് തരണം. ഒരു കാര്യം ചെയ്യടാ, വാടക 1 വർഷം കഴിഞ്ഞ് കൊടുക്കാൻ പറ്റൂ. എന്റെ പൊന്നളിയാ, അങ്ങനെ ഒരെണ്ണം മണ്ട അടിച്ച് കൊടുക്കുന്നു. രാവിലെ വന്നിരുന്നു. എന്താണ് നിനക്ക് വാടക 3 മാസം കൊടുക്കുക? എന്റെ മറ്റേ മച്ചമ്പി അവിടെ വീടുണ്ടാക്കിയിട്ടിരിക്കണം. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. പൈസ ഇല്ലെങ്കിൽ നീ പിള്ളേരെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോളായി. അതങ്ങനെ പിള്ളേരെ വീട്ടിൽ പറഞ്ഞു വിടാൻ പറ്റും? അഡ്വാൻസ് കൊടുക്കാനില്ല, വാടക കൊടുക്കാനില്ല. എന്തോ വാടക കൊടുക്കുമെന്ന് പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് വാടക കൊടുക്കും. എടാ, എന്റെ ഓഫീസിന്റെ വാടക എന്നതാ ഇപ്പൊ എഴുതി വെച്ചതുള്ളൂ. 25,000 രൂപ ബോസ് കൊടുക്കാനുണ്ട്. അറിയാമോ? അവൻ ഇന്നാ നാളെ എന്നെ ഇറക്കി വിടും. ഞാൻ അവിടെ പോയി കിടക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ബോസ്, എൻ്റെ ഒരു വീടുണ്ട്. വാടക കൊടുക്കാൻ ഇല്ലെന്ന്. കൊടുക്കണം, കുഴപ്പമില്ല. 3 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നില്ലേ പറഞ്ഞത്? 3 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നുമല്ല, എൻ്റെ വീട് തന്നെ. എവന്റെ വീട്ടില? എന്റെ വീട്ടിൽ എന്റെ വീടിനെന്ത് കുഴപ്പം? നിന്റെ വീട്ടിൽ കുഴപ്പമേ ഉള്ളൂ. ആ പാടെ അവിടെ കൊള്ളാവുന്ന 2 പേരേ ഉള്ളൂ. അത് നിന്റെ ചേച്ചി ആളിയനുമാണ്. വേറെ പോരാത്തപ്പോ തന്നെ വാഴ അപ്പോഴല്ലേ വാഴ വെട്ടാൻ പറ്റും. അളി, എനിക്ക് കൂടുതൽ സംസാരിക്കാറില്ല. ഞാനൊരു കാര്യം പറയാം അജയ, വ്യക്തമായിട്ട് കേട്ടോ. ഈ ലോകത്ത് നിന്നെ സഹിക്കാനും നിന്റെ ഈ ദാരിദ്ര്യത്തിന് അവനെ നോക്കണ്ട, സഹിക്കാനും പറ്റിയ ഒരാള് നിന്റെ മുതലാളി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ അങ്ങേരെ തന്നെ പോയി കണ്ട് കാല് പിടിച്ച് കയറി കിടക്കാമോ? മുതലാളി, നമ്മൾ താമസിച്ചോടുന്ന തങ്കപ്പമ്പില്ല മുതലാളി, നമുക്ക് തിരിച്ചു തരണം മുതലാളി. നമ്മൾ അവിടുന്ന് മുതലാളി അടിച്ചിറക്കിയതിനായിട്ട് നമുക്കുണ്ടായ അനുഭവങ്ങളെല്ലാം വളരെ മോശപ്പെട്ടതായിരുന്നു മുതലാളി. അതുകൊണ്ട് എങ്ങനെ തിരിച്ചു തരണം മുതലാളി, പ്ലീസ്. ഇങ്ങനെ പറയാനാണോ ഞാൻ അമ്മാവന്റെ അടുത്ത് പറഞ്ഞത്? ഇങ്ങനെ പറയാനല്ലേ മോൾ എഴുതി തന്നത്? ഞാൻ എഴുതി തന്ന ഇങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ അത് പറയേണ്ട രീതി ഇങ്ങനെയാണോ? എന്തൊരു ആർട്ടിഫിഷ്യൽ അമ്മാവാ. എന്ന് വെച്ചാ ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. എനിക്കിപ്പോഴാണ് സമാധാനമായ. ഞാൻ വിചാരിച്ച അഭിനയം കുറഞ്ഞു വന്നു. ഓവറായ കുഴപ്പമില്ല, അതങ്ങ് സഹിച്ചോളൂ. ആര് സഹിക്കും? എന്റെ അമ്മാവ ഇപ്പോഴത്തെ കാലത്തിൽ ഇങ്ങനെ ഓവർ ആക്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. സംഭവം ഭയങ്കര നാച്ചുറൽ ആയിരിക്കണം, മനസ്സിലായ? എന്നാലേ ആ ഓപ്പോസിറ്റിൽ നിന്ന് കേൾക്കുന്നവന് കുറച്ച് മനസ്സറിയത്തുള്ളൂ. എന്റെ പൊന്നു മോളെ, എനിക്ക് മുതലാളിയുടെ മുമ്പ് പോയി കള്ളം പറയാനൊന്നും പറ്റൂലടി. അതെന്താ? മുതലാളിയെ കാണുമ്പോ തന്നെ എന്റെ നടു വളഞ്ഞു പോകൂടി. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. ഇതിനും നല്ലതേ അവന്തി പറഞ്ഞ പോലെ തന്നെ നമുക്കൊക്കെ പിരിയാം. നീ അവന്തി മോളെന്തോന്ന് പറഞ്ഞത്? നമുക്കൊക്കെ പിരിയാന്ന്. എന്നിട്ട് അവനവൻ വല്ല ഹോസ്റ്റലും തപ്പി നടക്കും പോവാം. അതൊന്നും എനിക്കറിയത്തില്ല. ഏതെങ്കിലും അടുത്തുള്ള ഹോസ്റ്റലൊക്കെ പോയി നോക്കണം. അതൊന്നും പറ്റില്ല. നിങ്ങൾ അങ്ങനെ കണ്ട ഇടത്തിലൊന്നും കൊണ്ടാക്കാൻ എനിക്ക് പറ്റൂല. അപ്പൊ അമ്മാവനെന്താ പറഞ്ഞു വരുന്നത്? ഇപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ മുതലാളിയുടെ അടുത്തല്ല, മുതലാളിയുടെ അപ്പന്റെ അടുത്ത് പറഞ്ഞ് സംസാരിക്കും. ഉറപ്പല്ലേ? കാല് മാറുവോ? മാറൂല. എന്നാ നടക്ക്. നടക്കും. My life is gone. My life is gone.
My life is gone, my life is gone. ഈ കള്ള കിളവന്റെ ജെറ്റ് തേക്കാനാണല്ലോ തമ്പുരാനെ എൻ്റെ ഗതി. ഈ ചത്തുകളിക്ക് എന്തിനാണോ എന്തോ ബ്രാൻഡഡ് കൂട്. ഓ മോലാളി, ഇതാ തേച്ച് കഴിയാറായി. ഇതിന്റെ ഈ വിളുമ്പും കൂടെ ഒന്ന് നൂല് പിടിച്ചാൽ മാത്രം മതി. വേണ്ട, എങ്ങനെയുണ്ട്? നീ പൊട്ടനാടാ. അല്ല നീ എന്തിനാ ഗട്ടി പിടിച്ച് വെച്ചിട്ടുണ്ട്? അല്ല മോലാളിയല്ലേ പറഞ്ഞു ഷോർട്സ് തേക്കാൻ വേണ്ടി. എടാ ഞാൻ പറഞ്ഞത് ബെർമുട തേക്കാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ അടിയിരുന്ന ഗട്ടി ആരെങ്കിലും തേക്കും? അല്ല ഞാൻ കരുതിയേ മുതലാളി ഫ്രം അമേരിക്ക ആയതുകൊണ്ട് ഇതും തേച്ചിട്ടൊക്കെ ആയിരിക്കും ഇടാന്നാണ് വിചാരിച്ചത്. നീ ഇതും പിടിച്ചുകൊണ്ടിരിക്കാതെ ഇരുന്ന് കളയടാ. കളയാനാ? അപ്പൊ മുതലാളിക്ക് ഇത് വേണ്ടേ? എടാ ഇപ്പോഴും വേണ്ട. ഓ കൊച്ചു കള്ള സ്വതന്ത്രനാണല്ലേ. എന്താണ് എന്ത്? ഏയ് നീ അതും പിടിച്ചുകൊണ്ടിരിക്കാതെ കഴിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാടാ. ആ മുതലാളി, ബ്രാൻഡ് വേണോ അതോ വിസ്കി വേണോ? തണുത്ത സോഡ ഇല്ല. എടേ ഞാൻ തിന്നണ കാര്യമാണ് പറഞ്ഞത്, അല്ല കുടിക്കുന്ന കാര്യമല്ല. ഓ തിന്നണ കാര്യം? ആ അയ്യോ, ഞാൻ തിന്നാൻ ഒന്നും ഉണ്ടാക്കിയില്ല. എടാ, ഒന്നാമത് ഞാൻ അസുഖക്കാരനാണ്. എനിക്ക് സമയത്തിന് ആഹാരം കിട്ടിയില്ലെങ്കിൽ പല അസുഖങ്ങളും ഉണ്ടാവും. പറഞ്ഞേക്കാം. നീ തിന്നാൻ വല്ലതും ഉണ്ടാകും നോക്ക്. മോലാളി വിഷമിക്കണ്ട, മോലാളിക്ക് എന്താണ് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുവരാം. നിനക്ക് എന്തോന്ന് ഉണ്ടാക്കാൻ അറിയാം? എനിക്ക് കാച്ചിൽ പുഴുങ്ങാൻ അറിയാം, പിന്നെ മരിച്ചിനി ഉണ്ടല്ലോ അത് മുറിച്ചവയ്ക്കാൻ അറിയാം, പിന്നെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് മരപ്പട്ടി ഉണ്ടല്ലോ, മരപ്പട്ടി എണ്ണയിലിട്ട് ഇങ്ങനെ വരട്ടി തേങ്ങയൊക്കെ കൊത്തി അങ്ങ് അരിഞ്ഞു വെച്ചിട്ട് വരട്ടി ഇങ്ങനെ എടുത്തിട്ട് ഒരു പീസ് അങ്ങ് വായിൽ വെച്ചാൽ ഉണ്ടല്ലോ, അതാണ് എൻ്റെ സ്പെഷ്യലി. മരപ്പട്ടി ഉണ്ടല്ലേ നിന്റെ തണ്ടാക്കി കൊണ്ടുപോകും. എടാ വായി വെച്ച് കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കി താടാ. ഇതെല്ലാം വായിൽ വെച്ച് തന്നെ തിന്നണം. ഇതേ ഞാൻ എല്ലാം ഉണ്ടാക്കി കൊണ്ട് വരാമെന്ന് പറഞ്ഞത്. ഞാൻ ഈ വീട് പെയിന്റ് അടിക്കുന്ന കാര്യം പറഞ്ഞില്ല. ഓ അതെന്തിനാ ആൾക്കാർ കിട്ടിയ? അത് ഞാൻ അന്വേഷിച്ചു. അത് ഏകദേശം ഒരു 3 ലക്ഷം രൂപ വേണമെന്നാണ് അവന്മാർ പറയണത്. 3 ലക്ഷം രൂപ വേണം? ഓ 3 ലക്ഷം വേണമെന്ന്. എടാ അത്രയ്ക്ക് കേടുപാടൊക്കെ അവന്മാർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞത് 3 അല്ല 3.5 എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഒരു ഇടപെടല് സംസാര രീതിയൊക്കെ വെച്ചിട്ട് 3 ആക്കി കുറച്ചിട്ടുണ്ട് ഞാൻ. അത്ര ജയം ചെയ്ത് വെച്ച വിലയാണ്. വേണ്ടി അവരൊന്നും വിശ്വസിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു. മോലാളിയുടെ എല്ലാ സാധന ജംഗമ വസ്തുക്കളും ഇനി കള്ളൻ സത്യന്റെ ഭദ്രതയിലായിരിക്കും. ഓക്കെ, പ്രോമിസ്. ആദ്യം നീ തിന്നാൻ വല്ലതും ഉണ്ടാക്കിത്താ. കഴിക്കാനാ? ഓ വയറൊന്ന് ഒതുക്കി പിടിക്കോ, ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവരാം. തിന്നണതിന് മുമ്പേ ഞാൻ പക്കം വെച്ച ഇത് ആഹാരം കഴിക്കാനുള്ള യാത്രത്. ഓ ഐ സീ. നീ പോ. പോണു. എന്തോ ഇങ്ങനെ അനങ്ങി നിക്കുന്നേ. വാ കേറി ചോദിക്ക്. അതെ മോളെ, മോളൊരു കാര്യം ചെയ്യോ? മോള് മുതലാളിയോട് സംസാരിക്കുമോ? കൂടുതൽ ഊടായി പറക്കല്ലേ മാവാ. അമ്മ ചോദിക്ക്. അല്ലെ ഞാൻ ഇവിടെ നിൽക്കാം. അതെ എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഈ പെമ്പിള്ളേർ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മുതലാളിയുടെ മനസ്സ് അലിഞ്ഞാലാ. കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിക്കല്ലേ, കേറ് പോയി ചോദിക്കാൻ നോക്കും. ചെല്ല്. സത്യമായിട്ടും മോളെ എൻ്റെ കൈയും കാലൊക്കെ വിറക്കാണ്, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അമ്മ കൈയും കാര്യം പറിച്ച് ഇവിടെ നിന്നോ, ഞാൻ വല്ല ഹോസ്റ്റലിൽ നോക്കും. എൻ്റെ പൊന്നു മോളെ, നീ ഒന്ന് പറഞ്ഞിട്ട് രണ്ടിനും ഹോസ്റ്റൽ എന്ന് പറയാതെ. എന്നാ ചോദിക്കേ. ചോദിക്കാം. കാര്യം ചെയ്യും മണിയടി അക്ക ഞാൻ ചെയ്ത് അടിച്ച് തുലക്കേടതാ വരണം. അമ്മാവേ കള്ള സത്യം. അതെ വേഗം അയാളെ പിടിച്ചു കൊടുത്തോ, കക്കാൻ കയറിയതാന്ന് തോന്നണേ. അതാകുമ്പോ മുതലാളിയുടെ ഫ്രണ്ടിൽ നമുക്ക് ഷൈൻ ചെയ്യാം. എന്റെ മോനാളെ വീട്ടിൽ എന്റെ വിവരാറിയും നിങ്ങൾ കണ്ട എന്റെ കയ്യിൽ ടൂളുണ്ട്. ഈ ചട്ടുപാടത്തിന്റെ ടൂള് തന്നെ കുത്തിത്തറിഞ്ഞ അങ്ങളുടെ വീട്ടിൽ കയറി കള്ളനത് അമ്മാവൻ കൈയോടെ പിടികൂടി. താണ്ടിരിക്കുന്ന മലയാളി കള്ളേ, ഞാൻ വരുമ്പോഴേ ഇവ ചട്ടുവ മോട്ടിച്ചോണ്ട് പോകാൻ പോയി ഞാൻ കൈയോടെ പിടിച്ചു വെച്ചിരിക്കണ്. അവൻ ഈ കളനൊന്നുമല്ല, അവൻ എന്റെ വീട്ടിലെ പുതിയ ജോലിക്കാരനാണ്. യെസ്,
ഞാനാണ് ഇനി മുതൽ നമ്മുടെ തങ്കപ്പ മുതലാളിയുടെ എ മുതൽ ഇസറ്റ് വരെയുള്ള കാര്യങ്ങൾ നോക്കുന്ന വിശ്വസ്തനായ കാര്യസ്ഥൻ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നോ നെവർ, ഞാൻ ഒരു എത്തീസ്റ്റ് ആണ്. എനിക്ക് ദൈവത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. സോ ഞാൻ പള്ളിയിലും പോകില്ല, ഒരു കീണിയിലും പോകില്ല. മനസ്സിലായടാ? എന്റെ പോനാളി ഇങ്ങോട്ട് വരി. ഇവൻ മഹാ കള്ളനാണ്. അപ്പൊ നീ ഈ പരമകളനാടാ മുതലാളി. മര്യാദ ആ വീട് നിന്നെ വിശ്വസിച്ചാടാ ഞാൻ തന്നത്. ആ വീട് ഇനി പെയിന്റ് അടിച്ച് കയറണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം? 3 ലക്ഷം രൂപ വരെ ഒരു ചോദ്യം. ആര് പറഞ്ഞു മുതലാളി 3 ലക്ഷം രൂപ വേണമെന്ന്? 1 ലക്ഷം രൂപ വരും, ഞാൻ അടിച്ചു തരാം. മുതലാളി ഇവ അടിച്ചറിയൂല, അതും അടിച്ചോണ്ടെങ്കിൽ പോകും. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ മുതലാളി ഞാൻ സംസാരിക്കുന്ന ഇടയിൽ കയറി സംസാരിക്കാൻ വരരുത്. നീ പോടാ. അമ്മാവനെ ഇടപെടന്ന് വിളിച്ചോണ്ടല്ലോ. നിർത്തി നീ എന്തിനു വന്നത്? ഇറങ്ങിയൊക്കെ പോയി. അങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്തിനു വന്നത്? അങ്കിള് ഞങ്ങൾക്ക് ആ വീട് തിരിച്ചു തരണം. ഏത് വീട്? തങ്കപ്പം വില്ല ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത്. തങ്കപ്പം പിള്ള ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് തരണം അല്ലേ? നടക്ക്. ഓക്കെ. എന്തു പൊന്നെപ്പോലെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന വീടാണെന്നറിയാം. അതിനെ ഇവന്റെ കയ്യിൽ ഞാൻ കൊടുത്ത് അതിനെ ഈ രീതിയാക്കിയില്ലേ. കൂടെ അത് മാത്രമല്ല, ഈ വീട് കണ്ട, ഇത് കണ്ട, ഇതിന് എൻ്റെ അപ്പൂപ്പന്റെ പ്രായം വരെ എന്ത് നീറ്റായി കിടക്കണമെന്ന് അറിയാമോ? അങ്കിളെ ആ വീട് തിരിച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൊന്നുമല്ലോ നോക്കില്ല മാവാ. പൊന്നോട് നോക്കണൊക്കെ പോട്ടെ, അതിന്റെ ഇടയ്ക്ക് അവിടെ പോലീസ് മാറിയാൽ എന്റെ മുതലാളി അത് ഇതുകൊണ്ട് അത് വന്നതല്ല മുതലാളി. അത് എന്റെ രുക്കുനെ കെട്ടാൻ പറ്റാത്തത് കൊണ്ട് ആ ബിനി പോലീസ് അവിടെ കയറി ഇറങ്ങണതാണ് ആ വാശിക്ക്. എനിക്കൊന്നും കേക്കണ്ട. രണ്ടിനെ അടിച്ചിറക്കി വിടത്താ മുതലാളി. എടാ നീ എനിക്ക് കഴിക്കാൻ വല്ലതും കൊണ്ടുപോടാ. ഒന്ന് മുതലാളി ഇറങ്ങി പോയിടാ. ഗോ ഗോ ഇറങ്ങ ഇറങ്ങടി. എടി പൊടി ഒന്നും വിളിക്കണ്ട. അടി ആടി അല്ല പിന്നെ നമ്മളെ മുതലാളിയെടുത്താണ് കളി. മുതലാളി വന്നില്ലായിരുന്നെങ്കിൽ രണ്ടെണ്ണത്തിനെ അടിച്ച് ഉരുട്ടിയാണ് എന്റെ സ്വഭാവം അറിഞ്ഞോ. വല്ലതും തിന്നാൻ കൊണ്ടുപോടാ. തിന്നാനാ? ഓ എപ്പോ തിന്നാണ്ട ഇങ്ങനെ അമേരിക്കയിൽ പിച്ചക്കാരനായിരുന്നു കിഴങ്ങൻ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, മുതലാളി സമ്മതിക്കൂലെന്ന്. എനിക്കതല്ല, എന്നെ മാറ്റിയിട്ട് ആ കാര്യസ്ഥ പണി ആ കള്ളൻ, അവന്റെ പേരെന്തോന്നു, മനസ്സിലായി, അവന് കൊടുത്തതിലാണ് എനിക്ക് വിഷമം. അമ്മാവൻ സമാധാനപ്പെടും അമ്മാവാ. ഇതിന്റെ കാര്യത്തിലേ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നിക്ക്. മോൾ ആരെ വിളിക്കുന്നത്? ടീനാണ്. ഒരു മിനിറ്റ്. മീറ്റിംഗ് സക്സസ്സായാ? സംഭവം നൈസായിട്ട് പൊളിഞ്ഞടി. പിന്നെ നീ ബാഗ് എടുത്തിട്ട് വരാൻ പറഞ്ഞ അടുത്ത് ഞാനൊന്ന് മുഴുവനും പറഞ്ഞോട്ടെ, ഒന്ന് കേൾക്കാൻ പറ്റുമോ നിനക്ക്? പറ. ആ മനുഷ്യൻ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. പിന്നെ ഇനി നമ്മൾ ആരെയും പെർമിഷൻ ഒന്നും ചോദിക്കുന്നില്ല. നമ്മൾ ഈ വീട്ടിൽ കയറി താമസിക്കാൻ പോവാ. അത് പൊളിച്ച് മൂപ്പിതിനെ മുട്ടുകുത്തിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് പോകത്തുള്ളൂ. ഏത് പൊളിച്ച്? നിങ്ങൾ എന്തോന്ന് കാണിക്കാൻ നിൽക്കണേ ഇപ്പൊ? ഞാൻ പറയണ അവന് മനസ്സിലായില്ലേ? ഇങ്ങനെ ആൾക്കാരെ പെർമിഷൻ ചോദിച്ച് നടന്നിട്ടാണ് ഇത്രയും പ്രശ്നം പറ്റിയത്. ഇനി ഈ കാര്യത്തിൽ ഒരു തീരുമാനമാവും വരെ നമ്മൾ ഈ വീട്ടിൽ താമസിക്കും. അതെ, അങ്ങനെ മൂപ്പിന്റെ ഇഷ്ടം ഇവിടെ ആരും നോക്കുന്നില്ല. നമ്മൾ മുന്നോട്ട് വെച്ചാലും മുന്നോട്ട് തന്നെ. അത് കൊള്ളാലും എന്തോന്ന് മൂപ്പത്തിന്റെ ഇഷ്ടം നോക്കാത്ത? മുതലാളിയുടെ വീടാണ്, മുതലാളിക്ക് അതൊന്നും ഇഷ്ടപ്പെടൂല. ഈ അമ്മാവനെ കൊണ്ട് വായിറങ്ങി പോവാ. വാ മാവാ. മുതലാളി എങ്ങനെ ഉണ്ട് എന്റെ കുക്കിംഗ്? ബ്രെഡ് പൊരിക്കലാണ് നിന്റെ കുക്കിങ് അല്ലടാ. എടാ, ഈ ബ്രെഡ് പൊരിച്ച് തിന്ന് മടുത്താണ് ഞാൻ അമേരിക്കന്ന് ഇവിടെ നിന്ന്. അപ്പൊ നീടെ ബ്രെഡ് പൊരിച്ചായി. അങ്ങനെയാണെങ്കിലേ നാളെ തൊട്ട് നമുക്ക് പഴങ്കഞ്ഞി ആക്കിയാലേ? അതാകുമ്പോ ഇന്നത്തെ ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി, നാളെ തിന്നുകയും ചെയ്യാൻ. എനിക്ക് ഇച്ചിരി പണിയും കറിയും. എങ്ങനെയുണ്ട്? നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. കുറച്ച് വെള്ളം കൂടെ കുടി, തൊണ്ടയിൽ നിറങ്ങട്ടെ. കുടി കുടി. ഇത് ഞാൻ ഉണ്ടാക്കിയാണ്. ഈ പറ്റുള്ളൂ. നിങ്ങൾ ഇതുവരെയും പോയില്ലേ? ഇല്ല.
അമ്മവാ ഈ സെറ്റപ്പ് കൊള്ളാം, നമുക്കിത് മതി. പിന്നെ അമ്മവാ നമുക്കിത് ആ റൂം എടുക്കാം, അങ്ങോട്ടേക്ക് പോയാലോ? ഇവിടെ കയറി പോടത് നിങ്ങളെ കൂടെ ജയുടെ മുതലാളി ഞാൻ ഇവിടെ ഉണ്ട്. പെണ്ണുങ്ങളെ പുറകെ ഒളിച്ചിക്കാൻ അങ്ങോട്ട് വാടാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇല്ലേ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടാ ഇത്തികളെ വിളിച്ചോണ്ട് പൊയ്ക്കോളായി. അങ്ങനെ ഒന്നും പോവാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇവിടുന്ന് എവിടെയും പോകില്ല. ഒന്നില്ലെങ്കിൽ അങ്കിൾ ഈ വീട് ഞങ്ങൾക്ക് തന്നെ, അല്ലെങ്കിൽ ആ വീട് തരാൻ താമസിക്കാൻ. ജയ നിന്റെ ഉദ്ദേശം എന്താണ്? സ്വൈര്യമായിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അതെ, ഞങ്ങളുടെ അങ്കിളിനോടൊന്നും ചോദിക്കണ്ട. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് ഉണ്ടാവും. Give back, തങ്കപ്പമില്ല. Give back. Give back, give back, തങ്കപ്പമില്ല, give back. മോലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാണത്തിനും ഇവിടെ നിന്ന് ഇപ്പൊ തുരത്തി തരാം ഞാൻ. ആഹാ, തുറത്താതെ ഇങ്ങോട്ട് വാടാ. തമ്മനെ സബാനെ മൂക്കോണ്ട് തത്തമ്മനെ എഴുതിയുള്ളാണ് ഈ സ്റ്റെഫി ജാക്സൺ. നിനക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിഞ്ഞൂടാ. മോലാളി വായിൽ ഇങ്ങനെ പഴം തിരിഞ്ഞ പോലെ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ മോലാളി. പോലീസിനെ വിളിക്കടാ. പോലീസാ? അത് വേണോ? വിളി മുതലാളി, പോലീസിനെ വിളി. എങ്കിലേ മുതലാളിക്ക് ഇവന്റെ തനി സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഒന്നും മനസ്സിലാക്കാനില്ല. ഞാൻ നല്ല നടപ്പിലുള്ള അവാർഡ് വാങ്ങിച്ചിട്ടാണ് ജയിലിൽ ഇങ്ങോട്ട് ഇറങ്ങിയത്. മനസ്സിലായ? നീ ക്രൂണ സംസാരിക്കാണ്ടിരിക്കാ. പോലീസിനെ വിളിക്കടാ. പോലീസിന് മൊയിലാളി, പോലീസ് അല്ല പട്ടാളം വന്നാലും ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഞങ്ങൾ ഇവിടെ ഒന്നും പോകത്തില്ല. നിന്നെയൊക്കെ പറഞ്ഞു വിടാൻ എനിക്കറിയാം. ഞാൻ പോകട്ടെ. ഓ ആണോ? എന്നാ പോലീസ് പറ്റേ നമുക്ക് അതോടെ ഇരിക്കാം. ഇരിക്കാം. വരട്ടെ. Give back, give back, തങ്കപ്പമില്ല, give back. 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 എന്തോന്നല്ലേ ഇത് പാട്ടുകളാ? സമരവും ക്യാമ്പിന്ന് ഫോഴ്സിനെ ഇറക്കേണ്ടി വരുമോ? വയസ്സൊന്നും വേണ്ട സാറേ, ഞാനൊന്ന് കൈവച്ചാൽ മതി. എല്ലാണതിന് ഇപ്പൊ തന്നെ പുറത്തിറക്കി തരാം. ഡേ കള്ളസത്യം നീയാ? നീ എന്തിവിടെ? അല്ല, എന്നെ നല്ല നടപ്പിന് ജയിലിൽ നിന്ന് പുറത്തിറക്കിയല്ലേ. അപ്പൊ എനിക്ക് ഇവിടെയാണ് ഡ്യൂട്ടി. ഇതാണ് എന്റെ മുതലാളി. ആ മൂപ്പിലാന്റെ കിഡ്നി ഒന്നും അടിച്ചോണ്ട് പൊക്കളയല്ലേടേ. സാറേ മിസ്റ്റർ തങ്കപ്പൻ, എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഞാൻ കണ്ടില്ലേ സാറേ കുത്തിയിരിക്കുന്നത്? എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കണം. അവർക്ക് വേണമെന്ന് കൊടുത്തില്ലെങ്കിൽ അവര് കയറി താമസിക്കും. അതാണ് ഇപ്പോഴത്തെ പുളിവാച്ച്. ഓക്കെ, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. Go back, go back, police, go back. Go back, go back, police, go back. നിർത്തി. ഞാൻ ഒരു സന്ധി സംഭാഷണത്തിന് വന്നതാണ്. അയ്യോ, ഞങ്ങൾക്ക് ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഞങ്ങളെ പെൺപിള്ളേരെ വീട്ടിൽ നിന്ന് ഇറക്കി ഇവിടെ തങ്കപ്പൻ മുതലാളിനെ കേരള പോലീസ് സപ്പോർട്ട് ചെയ്യരുത്. അങ്ങനെ പറയല്ലേ ചാരുമോളെ. കേരള പോലീസ് എന്നും നിങ്ങൾക്ക് സ്വന്തമല്ലേ? ഇവിടെ ആരും ചാരുമോളെ മോളെ ഒന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. അതുമല്ല, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി. എടേ, നിന്റെ അടുത്ത് എനിക്ക് ഒന്നും സംസാരിക്കുകയില്ല, മനസ്സിലായില്ലേ? ഈ പിള്ളേരെ നീ വഴി തെറ്റിക്കാതെ മര്യാദയ്ക്ക് വിളിച്ചോണ്ട് ഇറങ്ങി. എന്റെ പൊന്ന് സാറെ, ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കല്ലേ. ഞങ്ങളുടെ അവകാശം നേടിയെടുക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോവത്തില്ല. അതെ, വീട് അതിക്രമിച്ച് കയറുന്നത് ക്രിമിനൽ ഒഫൻസ് ആണെന്ന് അറിയാമോ? മര്യാദയ്ക്ക് നിങ്ങൾ പിരിഞ്ഞു പോകണം, ഇല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്ത് പ്രയോഗിച്ചാലും നമുക്ക് നീതി കിട്ടാതെ നമ്മൾ ഇവിടുന്ന് പോകത്തില്ല. യാതൊരു ഈ കുരുവി കൂട് സാറേ, എല്ലാ എണ്ണത്തിലും പിടിച്ച് പുറത്തിറക്കും. വേണമെങ്കിൽ ഒരിക്കൽ ഞാൻ സഹായിക്കാം. എന്റെ പിള്ളേരെ ദേഹത്തെങ്ങാനും കൈവച്ചാ എന്റെ ദൈവമേ, ഡ്യൂട്ടിയിലുള്ള പോലീസുകാരന്റെ മുഖത്താണ് നീ പെപ്പർ സ്പ്രേ അടിച്ചത്. നീ ഇപ്പൊ എന്താവും? രക്ഷപ്പെടാം. വെള്ളം കൊണ്ടുപോവാ. കണ്ണേ